25 വയസ്സുള്ള ഒരു 100 ചെറുപ്പക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുകയാണെന്ന് കരുതുക. അവരോട് നാം ചോദിക്കുന്നു, ജീവിത വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ആ 100 ചെറുപ്പക്കാരും പറയാൻ പോകുന്ന ഉത്തരം ആഗ്രഹിക്കുന്നുണ്ട്. സാമ്പത്തികമായി നല്ല ഒരു ജീവിത വിജയം ഞങ്ങൾ നേടുക തന്നെ ചെയ്യും എന്ന് ഉറപ്പായി ആ 100 പേരും പറയും. അതിനുശേഷം അവർക്കൊരു 65 വയസ്സ്, ആ 100 പേർക്കും 65 വയസ്സായതിനു ശേഷം ഇതേ വ്യക്തികളെ നാം വീണ്ടും സമീപിച്ച് അവരുടെ ജീവിത നിലവാരം അവരാഗ്രഹിച്ച പോലെ എത്തിയോ എന്ന് പരിശോധിച്ചാൽ ഉറപ്പാണ് ആ 100 പേരിൽ 5 പേർക്ക് മാത്രമേ അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിക്കൂ. 95 പേർക്കും സാധിക്കില്ല. അതാണ് നാം നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു നഗ്ന സത്യം. 5% പേരാണ് വിജയത്തിലേക്ക് എത്തുന്നത്. അതായത് അവരവരാഗ്രഹിക്കുന്ന വിജയം നേടാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് ബഹുഭൂരിപക്ഷം പേരും അവരുടെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാൻ സാധിക്കുന്നില്ല? അല്ലെങ്കിൽ ആ ഒരു പരിശ്രമത്തിൽ ഭൂരിഭാഗം പേരും എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? 2 കാരണങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനം. ഒന്ന്, നല്ല ചിന്ത ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ വസ്തുത, പൊരുത്തപ്പെട്ടു ജീവിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട്, നമ്മുടെ കുറവുകളോട് നാം അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നു. ഒരു പരിധിവരെ കുട്ടികളായിട്ടിരിക്കുമ്പോൾ തന്നെ മുതിർന്നവരും അധ്യാപകരും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചിന്തിക്കാൻ, ശരിയായ രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവ് നമ്മുടെ തലമുറകൾക്കുണ്ടാകുന്നില്ല. അത് വിജയത്തിൻ്റെ ശരാശരി നമ്മൾ നോക്കുമ്പോൾ വിജയിച്ചവരുടെ എണ്ണം അതിൽ കുറവ് വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഈ തരത്തിലുള്ള നമ്മളുടെ ചിന്തയും പ്രവൃത്തിയുമാണ്. വിജയത്തിൻ്റെ ഒരു സൂത്രവാക്യം പറഞ്ഞാൽ നമുക്ക് ഉറപ്പായി പറയാൻ പറ്റുന്ന ഒരു തന്ത്രം ദ ലോ ഓഫ് അട്രാക്ഷനാണ്. എന്താണ് അത്? ആകർഷണ നിയമം. നമ്മുടെ മനസ്സിന് അപാരമായ ശക്തിയുണ്ട്. നമുക്കറിയാം ദ ലോ ഓഫ് ഗ്രാവിറ്റി നമുക്കറിയാം, ഇല്ലേ? അത് നമുക്കെല്ലാവർക്കും അറിയാം, ദ ലോ ഓഫ് ഗ്രാവിറ്റി. അതേപോലെ ഉള്ള ഒരു പ്രപഞ്ച നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ. നമ്മളൊരു വസ്തുവിനെ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ വസ്തു നമ്മളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. നമ്മളുടെ ചിന്തയ്ക്ക് അതിനുള്ള ശക്തിയുണ്ട്. പക്ഷേ അത്ര തീവ്രമായിട്ട് നാം ചിന്തിക്കണമെന്ന് മാത്രം. പണ്ട് ഒരു ഗുരുവിനെ സമീപിച്ചിട്ട് ഒരു യുവാവ് ചോദിച്ചു, എനിക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ആ ആഗ്രഹത്തിൽ ഞാൻ പലതും ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കിതുവരെ ജീവിത വിജയം നേടാൻ സാധിക്കുന്നില്ല. അങ്ങ് എനിക്കൊരു വിജയത്തിൻ്റെ സൂത്രവാക്യം പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടാണ് ഗുരുവിനെ സമീപിച്ചത്. ഗുരു ഈ ചെറുപ്പക്കാരനെ കൂട്ടി ഒരു നദീതീരത്തേക്ക് പോയി. നദിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നിന്ന ശേഷം യുവാവിനെ അടുത്തേക്ക് വിളിച്ചു. അതിനുശേഷം ഗുരു യുവാവിൻ്റെ തല വെള്ളത്തിനകത്തേക്ക് മുക്കിപ്പിടിച്ചു. ആദ്യം യുവാവ് പ്രതികരിച്ചില്ല. പക്ഷേ ശ്വാസം മുട്ടുന്നു, സ്വന്തം ജീവൻ അപകടത്തിലാണ് എന്ന് തോന്നിയപ്പോൾ സർവ്വശക്തിയും എടുത്ത് ഗുരുവിനെ തള്ളി മാറ്റി. അതിനുശേഷം കോപത്തോടു കൂടി ഗുരുവിനോട് ചോദിച്ചു, അങ്ങ് എന്താണ് ഈ ചെയ്തത്? എന്നെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. ഗുരു ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തുകൊണ്ട് ആദ്യം നീ പ്രതികരിച്ചില്ല? നിന്റെ തല ഞാൻ വെള്ളത്തിനകത്തേക്ക് താഴ്ത്തി പിടിച്ചപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടുണ്ടായില്ലേ? ഉണ്ടായി. പക്ഷേ അതിനോട് നീ എന്ത് ചെയ്തു? പൊരുത്തപ്പെട്ടു. ജീവൻ അപകടത്തിലാണെന്ന് കണ്ടപ്പോൾ നിന്റെ മുഴുവൻ ശക്തിയും എടുത്ത് നീ പരിശ്രമിച്ചു. ജീവിതത്തിൽ നാം വിജയിക്കണമെങ്കിൽ അത്തരം ഒരു ബേണിംഗ് ഡിസയർ, അടങ്ങാത്ത ആഗ്രഹം, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവിത വിജയം നേടാൻ വേണ്ടി സാധിക്കൂ. നമുക്കറിയാം, പകൽ സമയം സൂര്യപ്രകാശം എല്ലായിടവും പരന്നു കിടക്കുകയാണ്. ആ സൂര്യപ്രകാശത്തെ നാം ഒരു ലെൻസ് ഉപയോഗിച്ച് ഒരു കടലാസിലേക്കോ ഒരു പഞ്ഞിയിലേക്കോ ഒരു ഉണങ്ങിയ കരിയിലയിലേക്കോ കേന്ദ്രീകരിച്ചാൽ എന്ത് സംഭവിക്കും? കുറച്ച് സമയം കഴിയുമ്പോൾ അത് കത്തുന്നതായിട്ട് കാണാം. ആ സൂര്യപ്രകാശത്തിൻ്റെ ഊർജം പലയിടത്തായിട്ട് പരന്നു കിടക്കുകയാണ്. അതിനെ ഒരു ബിന്ദുവിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണ് ആ എനർജി നമുക്ക് തീയായിട്ട് കിട്ടുന്നത്.
ഇതേ കാര്യമാണ് നമ്മളിലും സംഭവിക്കുന്നത്. ഒരു 50,000 രൂപ വരുമാനമുള്ള ഒരു വ്യക്തി 50 ലക്ഷം രൂപയുടെ കാറ് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിക്കുക. കേൾക്കുന്നവരെന്ത് ചെയ്യും? പരിഹസിക്കും. ആ ചിന്തിക്കുന്ന ആൾക്ക് പോലും അത് യുക്തിസഹമായിട്ട് ചിന്തിക്കാൻ കഴിയില്ല. കാരണം 50,000 രൂപയെ മാസ വരുമാനമുള്ളൂ. അപ്പോൾ 50 ലക്ഷം രൂപയുടെ കാറെന്ന് പറയുന്നത് ഒരിക്കലും രണ്ടും കൂടി താരതമ്യപ്പെടുത്താൻ പറ്റുന്നതല്ല. പക്ഷേ ആ വ്യക്തി ആ കാറ് വാങ്ങണം എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ചിന്തയിലേക്ക് ബോധപൂർവം കൊണ്ടുവന്നാൽ, അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിലടക്കം, അദ്ദേഹത്തിൻ്റെ ഓഫീസിലടക്കം, അദ്ദേഹം ഒരു ദിവസം എഴുന്നേറ്റാൽ ഉറങ്ങുന്നതിന് അകം പല പ്രാവശ്യം ആ കാറ് കാണുന്ന രീതിയിൽ അതിൻ്റെ വിവിധ ചിത്രങ്ങൾ ശേഖരിച്ച് വെക്കുകയും അത് പതിപ്പിച്ച് വെക്കുകയും മുറിയിലൊക്കെ തന്നെ കാണത്തക്ക രീതിയിൽ വെക്കുകയും എല്ലാ സമയവും ആ കാറിനെ പറ്റി ചിന്തിക്കുകയും പുറത്തൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് റോഡിലൂടെ അതേ വാഹനം അതേ കമ്പനിയുടെ അതേ വാഹനം പോകുമ്പോൾ അത് ശ്രദ്ധിക്കുകയും സ്വന്തം മനസ്സിൽ ഒരു വിഷ്വലൈസേഷൻ കൊടുക്കുകയും കാറ് വാങ്ങുന്നതായിട്ടും ഫാമിലിയെ കൂട്ടിപ്പോയി ആ കാറ് ഷോറൂമിൽ നിന്ന് എടുക്കുന്ന ആ രംഗങ്ങൾ, അന്നേരം നടക്കുന്ന ഫോട്ടോ സെഷൻ, കാറിൻ്റെ ഡോറ് തുറന്ന് അകത്ത് കയറിയിരിക്കുന്നത്, സ്വന്തം കാർപോർട്ടിലേക്ക് ആ കാർ ഓടിച്ചുകൊണ്ട് വരുന്നത്, ആ കാറുമായി നമ്മുടെ വീട്ടിലെ പ്രിയപ്പെട്ടവരുമായി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ടൂറ് പോകുന്നത്, അങ്ങനെ അതിൻ്റെ ഓരോ നിമിഷങ്ങളും ഭാവനയിൽ കണ്ടാൽ, ഓരോ നിമിഷവും ചിന്തിച്ചാൽ അത്ഭുതം സംഭവിക്കും. എന്താണ് അത്ഭുതമെന്നല്ലേ? ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം എന്താണ്? 50 ലക്ഷം രൂപയുടെ കാറ് വാങ്ങാനുള്ള സോഴ്സ് ഇല്ല, അതിനുള്ള വരുമാനമില്ല. അതാണ് പ്രശ്നം. ഈ വ്യക്തി തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം യുക്തിക്ക് നിരക്കുന്നതാവരുത്. ആഗ്രഹം യുക്തിയും ബുദ്ധിയും കൊണ്ടൊന്നും അതിനെ അളക്കരുത്. അളക്കാതെ അദ്ദേഹം അതിനുവേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിലവിൽ അതിനുള്ള തടസ്സങ്ങൾ ഓരോന്നോരോന്നായി മാറിക്കിട്ടും. അതിലേക്ക് എത്താനുള്ള പുതിയ വഴികൾ ഓരോന്നായി തുറക്കും. നമ്മളിലെല്ലാം അനന്തമായ സാധ്യതകളുണ്ട്, അനന്തമായ കഴിവുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മളുടെ ചിന്താ മണ്ഡലത്തെ നാം അടച്ചു വെക്കുന്നത് വഴി ആ വഴികളെയാണ് നാം അടച്ചു വെക്കുന്നത്. ഈ ലോകത്ത് അസാധ്യം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇതുവരെ സാധ്യമാവാത്തതാണ് അസാധ്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്നത് വരെ ചന്ദ്രനിൽ കാലുകുത്തുക എന്ന് പറയുന്നത് അസാധ്യമായിരുന്നു, ശരിയല്ലേ? ഹിമാലയ കീഴടക്കുന്ന നിമിഷം വരെ മനുഷ്യന് ഹിമാലയത്തിൽ കയറുക എന്നുള്ളത് അസാധ്യമായിരുന്നു. അങ്ങനെ ഇന്നലകളിൽ നാം അസാധ്യമെന്ന് കരുതിയതൊക്കെ നമ്മൾ സാധ്യമാക്കി തീർത്തപ്പോൾ, ഏതെങ്കിലും ഒരു മനുഷ്യർ സാധ്യമാക്കി തീർത്തപ്പോൾ ഇന്ന് അതിന് അസാധ്യമെന്ന് നമ്മൾ പറയില്ല. അതുകൊണ്ട് തന്നെ ഒന്നും ഈ ലോകത്ത് അസാധ്യമായി ഇല്ല. ഇന്ന് വരെ സാധ്യമായിട്ടില്ലായിരിക്കാം, നാളെ അത് സാധ്യമായി കൂടാഴുകയില്ല. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ഒരു സാമ്പത്തികമായ ഒരു ഉന്നതി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലോ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലോ ഒരു വലിയ മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തയുടെ പാറ്റേൺ മാറ്റേണ്ടിയിരിക്കുന്നു. ആ ചിന്താശക്തി നിങ്ങൾ വർദ്ധിപ്പിച്ചാൽ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ, സാധ്യതകൾ, നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകൾ, അതിൻ്റെയൊക്കെ വിശാലമായ ഒരു വഴി നമ്മുടെ മുമ്പിൽ തുറക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ശക്തി. നിരവധി പേര് അവരുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് വിജയിച്ച ഒരു തന്ത്രമാണിത്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം തന്നെ പൂവണിയും. ആത്മവിശ്വാസത്തോടെ സമീപിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചിന്തയുടെ ഇടയ്ക്ക് മറ്റ് ചിന്തകളിലേക്ക് ഇടയ്ക്ക് വഴുതി മാറി പോകരുത്. നമ്മൾ ഒരേ കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യണം. ഇടയ്ക്ക് ആത്മവിശ്വാസം പോകരുത്. ഇത് സാധ്യമാകുമോ എന്ന് നാം തന്നെ ശങ്കിക്കുന്ന അവസ്ഥ വരരുത്. അങ്ങനെയൊക്കെ വന്നാൽ അതിൻ്റെ ഊർജം കുറയുകയും നമ്മുടെ ലക്ഷ്യത്തിന് കാലതാമസം നേരിടുകയും ചെയ്യും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ചിന്തകളുടെ രീതിയിൽ മാറ്റം വരുത്താൻ കഴിയട്ടെ. എല്ലാവരുടെയും ആഗ്രഹം വളരെ വേഗം അവരവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.